എൻ്റെ പേര് ജീന. എടക്കോം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ UK-ലാണ്. ഞാൻ ഡെലിവറിക്ക് വേണ്ടി നാട്ടിൽ വന്നതായിരുന്നു. ഡെലിവറി കഴിഞ്ഞ് കൊച്ചിനെ NIC-യിലേക്ക് മാറ്റി. അപ്പോൾ ഒരു 5 ദിവസം അവൾ NIC-യിലായിരുന്നു. ഒരു സ്നീസിങ് പോലെ ഉണ്ടായിരുന്നു മൂക്കിൽ നിന്ന്. അത് കഴിഞ്ഞിട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു അവളുടെ ലെഫ്റ്റ് നോസ് ഫുള്ളി ക്ലോസ്ഡ് ആണ്. അപ്പം റൈറ്റ് നോസിലൂടെ മാത്രമേ അവൾക്ക് ശ്വാസം വലിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഒരു ENT സർജൻ ഉണ്ടായിരുന്നു. ഡോക്ടറെ കാണിച്ചപ്പം അവരൊരു ട്യൂബ് ഇട്ട് നോക്കിയപ്പോൾ ആ ട്യൂബ് നോസിലൂടെ ഇറങ്ങി പോകുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഡോക്ടർ അപ്പം എൻ്റെ മമ്മി ഇവിടെ നേർച്ച നേർന്നു, ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുവാണെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാന്ന്. അത് കഴിഞ്ഞ് കണ്ണൂർ ഒരു ഫേമസ് ENT സർജൻ ഉണ്ട്. അപ്പൊ അവിടുന്ന് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞിരുന്നു 2 years ഇത്രയും ചെറുതായതുകൊണ്ട് 2 years കഴിയാതെ സർജറി ചെയ്യാൻ പറ്റില്ല എന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ കണ്ണൂർ പോയി ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ ഒരു ട്യൂബ് ഇട്ടു. ആ ട്യൂബ് നോസിലൂടെ ഇറങ്ങിപ്പോയി. മറ്റേ ഹോസ്പിറ്റലിൽ നിന്നിട്ടപ്പോൾ അത് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഇറങ്ങിപ്പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, അത് ഓട്ടോമാറ്റിക്കലി ശരിയായിക്കോളും, സർജറി ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. ഈ അനുഗ്രഹം ഞങ്ങൾക്ക് തന്ന ആവിലായ്മയ്ക്ക് ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, കുഞ്ഞ് ജനിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കുഞ്ഞിന് മൂക്ക് അടഞ്ഞിരിക്കുന്നു. സർജറി വേണ്ടിവരും. ആ ഒരു മൂക്കിലൂടെ ശ്വാസമെടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന ഒരു സ്ഥിതിവിശേഷം വലിയ വേദനയും സങ്കടവും ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അതിൽ നിന്ന് കർത്താവ് അത്ഭുതകരമായി കർത്താവിന്റെ തിരുനാമത്തിന് വേണ്ടി അവിടത്തോട് സാക്ഷ്യം പറഞ്ഞേക്കാം എന്നുള്ള നേർച്ച എന്ന് പറയുന്നത് ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കർത്താവിനോട് ഒട്ടിച്ചേർന്ന് ജീവിക്കും എന്ന ഒരു ഉടമ്പടിയാണ് ഈ സാക്ഷ്യം പറയാമെന്നുള്ള നേർച്ച. അത് ഒരു ചെറിയൊരു കാര്യമല്ല. നിങ്ങൾ വിചാരിക്കരുത് സാക്ഷ്യം പറഞ്ഞേക്കാം എന്നായിരുന്നത് കേവലം അൾത്താരയിൽ വന്ന് ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് പറയാം എന്നുള്ള ഒരു നേർച്ചയല്ല അത്. അതിൻ്റെ പിറകിലുള്ളൊരു മനോഭാവം ഇതാണ്: ഞാനും എൻ്റെ കുടുംബവും ജീവിത അവസാനം വരെ ഈശോയോട് വിശ്വസ്തയോടുകൂടെ ജീവിക്കും, ഈശോയോട് ഒട്ടിച്ചേർന്ന് ജീവിക്കും എന്ന ഒരു ഉടമ്പടിയാണ് സാക്ഷ്യം പറയാമെന്നുള്ള ഒരു നേർച്ച. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അത് ഈശോയോട് ചേർന്ന് ജീവിക്കും എന്ന് മാത്രമല്ല, ഞാനും എൻ്റെ കുടുംബവും മറ്റുള്ളവരെ ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരു കുടുംബമായി മാറും എന്നുള്ള ഒരു ഉടമ്പടി കൂടെയാണ് സാക്ഷ്യം പറയാമെന്നുള്ള നേർച്ച. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ ഞാനും എൻ്റെ കുടുംബവും ഈശോയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിനു വേണ്ടി എൻ്റെ സമയവും സമ്പത്തും ആരോഗ്യവും സൗകര്യവും ഒക്കെ ചെലവഴിക്കും. ഈ കുഞ്ഞ് ഈശോയുടെ കുഞ്ഞാക്കി ഞാൻ വളർത്തും എന്ന ഒരു ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ആ ഒരു അഭിഷേകം, ഒരു അനുഗ്രഹം ആ കുഞ്ഞിന്റെ മേൽ, കുടുംബത്തിന്റെ മേൽ ഇറങ്ങി വരുന്നത് നിങ്ങൾ ദർശിക്കുന്നു. അതാണ് ഈ സാക്ഷ്യം എന്ന് പറയുന്നത്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം ഉണരാം ഉണരാം. കാണുന്നുണ്ടോ നിങ്ങൾ? ഒന്നും പറഞ്ഞിട്ടില്ല. ഉറക്കെ വിളിച്ച ഈശോയേ, ഈശോയേ.